അപ്പോൾ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള പാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് അടിപൊളി ഫേസ് പാക്കാണ്. അത് നമ്മുടെ തക്കാളി വെച്ചിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞ് തക്കാളിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തക്കാളിപ്പഴം പോലെ ആവും എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഒരു പൊടിക്കൊന്ന് നമുക്ക് ലെങ്ത്ത് കൂടിയാലും ഒന്ന് ക്ഷമിക്കുക. പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാവർക്കും എല്ലാ സ്കിന്നിനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ റിസൾട്ട് തന്നെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഒത്തിരി നാളായിട്ടുണ്ടല്ലോ നമ്മൾ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പകുതിയാക്കാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടത് നമുക്കിതിനൊന്ന് പകുതിയാക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. നമ്മൾ തക്കാളിയുടെ പാക്കൊക്കെ നമ്മൾ മുൻപ് ചെയ്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിലോട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും, ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ ഈ ഒരു ചെറിയൊരു കഷ്ണം ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ. ഈ ഒരു തുള്ളി നാരങ്ങയും കൂടെ മാത്രമേ വേണ്ടൂ. നമ്മളിതിലോട്ട് ഈ നാരങ്ങ നീര് ഇതിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ നമ്മൾ ആ നാരങ്ങ നീരും പഞ്ചസാരയും കൂടി ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തക്കാളീനെ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മുഖത്തൊന്ന് സ്ക്രബിങ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മൂക്കുരു വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര പോലെയൊക്കെ നിൽക്കില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഒന്ന് പോകാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ് കേട്ടോ. ഇത് നല്ല സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോണത്. ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് കൊടുക്കാൻ വേണ്ട കേട്ടോ. അല്ലാണ്ട് തക്കാളി മുഴുവൻ കഴിയണ വരെയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലേക്ക് സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. നമ്മൾ 5 മിനിറ്റ് ഈ ഒരു കാര്യം ചെയ്യണുള്ളെങ്കിലും അത് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതൊക്കെ നല്ല രീതിക്ക് മുഖത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ നല്ല രീതിക്ക് കഴുകി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒന്ന് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ മൂക്കിൻ്റെ തുമ്പത്തും നമുക്കിതിൻ്റെ ഒരു ചെറിയ കുത്തുകൾ പോലെ വരും. അതും നമ്മളിങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പോയി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരോടും നിർബന്ധമായിട്ടൊരു സ്ക്രബിങ് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ചെറുനാരങ്ങയുടെ നീര് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. തക്കാളി വെറുതെ ജസ്റ്റ് കാലത്ത് നിങ്ങൾ മുഖത്ത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല മാറ്റം നമുക്ക് മുഖത്തേക്ക് കാണാനായിട്ട് വരും. ദിവസം ചെയ്യണമെന്ന് മാത്രം. പലരും അത് ഒരു 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തും. പിന്നെ ചിലർക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പണി. ആദ്യത്തെ സ്ക്രബിങ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇത് മുഖത്ത് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. നമുക്കൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ വൈപ്സ് കൊണ്ടോ അങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ തന്നെ മുഖത്ത് പകുതി അഴുക്ക് നമ്മുടെ മുഖത്ത് കംപ്ലീറ്റ്, പകുതി എന്നല്ല കംപ്ലീറ്റ് തന്നെ പോയിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പകുതി തക്കാളിയുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി നീര് നമുക്ക്
എടുക്കുക. എൻ്റെ കുരു വെട്ടോണ്ട് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചിലർക്ക് കുരുവൊക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അരിച്ചിട്ടെടുത്തു. പിന്നെ അതിലോട്ട് ലേശം നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻ്റാണ്. നമ്മുടെ മുഖത്ത് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് അരിപ്പൊടി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം കാണിക്കാനായിട്ട് പറ്റും. ഇത് അധികമൊന്നും വേണ്ട, ഒരു 2-3 തുള്ളി അത്രയ്ക്ക് ആവശ്യമുള്ളൂ. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ നമ്മൾ ചോദിച്ച് വാങ്ങാനായിട്ട് നോക്കണം. അതൊക്കെയാണ് നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം. 2 തരം ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കടക്കാർ 2 തരം ഗ്ലിസറിൻ എടുത്തു തരും. അത് മുറിവിന് പറ്റുന്ന സാധനം ഉണ്ടാവും. മുഖത്തേക്കുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഇത്തിരി ലൂസ് പോലെ തോന്നി, തക്കാളിയുടെ നീരും ഇത്തിരി അധികമായിപ്പോയി. അപ്പോൾ നമ്മൾ ലേശം കൂടി അരിപ്പൊടി ഇട്ടിട്ട് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് എടുക്കുക. അതെന്താ അരിപ്പൊടി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യണത്. ഇതിൽ ചിലർ കടലമാവ് ചേർക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്ക് അരിപ്പൊടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് കൊണ്ട് തക്കാളി ആയാലും നമ്മൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് തിളങ്ങി പോകാനൊക്കെ ആയിട്ട് മുഖം നല്ലൊരു ഗ്ലോ തന്നെ വരും കേട്ടോ. അതായത് സ്ക്രബിങ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലും ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പാക്ക്, ഏത് സ്കിന്നുകാർക്ക് വേണമെങ്കിലും നമുക്കിതിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ പാലോ തൈരോ ഒന്നും ചേർക്കണില്ല, വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു ദോഷം വരില്ല. ചിലർക്ക് കുരുക്കൾ വരും എന്നുള്ള ഒരു മുഖക്കുരു വരുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ടേ പലരും പല പാക്ക് ഇടാനായിട്ട് മടിക്കുക. അപ്പോൾ ഇത് എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇല്ലെങ്കിൽ ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നമുക്കിത് ഇട്ടിട്ട് ഇരിക്കണോണ്ടും കുഴപ്പമില്ല. നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വലിയണേൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇതൊരു ലേശം കൂടി ഉള്ളൂ. അപ്പോൾ ഇതും കൂടി നമ്മുടെ മുഖത്തുനിന്ന് ഇട്ട് കൊടുക്കും. നല്ല രീതിക്കൊരു മസാജ് കൊടുക്കുക. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നമുക്ക് വളരെ മോശമാണ്, കാറ്റ് കാലമാണ്. നമുക്ക് സ്കിന്നിനൊക്കെ വളരെയധികം വലിച്ചിലുണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിലോട്ട് വെള്ളം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു നല്ലൊരു ഗ്ലേസിങ് നമുക്ക് കാണിക്കുള്ളൂ. അല്ലാതെ നമ്മളൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്കിന്ന് പഴയ പോലെയാവും. അപ്പോൾ അതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ നൈറ്റിൽ നമ്മളൊരു ക്രീമുകളൊക്കെ നമ്മളിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. ആ ക്രീമുകളൊക്കെ നമ്മൾ വൈകുന്നേരം ഇടുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒരിക്കലും ചുളിഞ്ഞു പോവില്ല. എത്ര പ്രായം ചെന്നാലും നമ്മുടെ സ്കിന്നിന് ഒരു ചുളിച്ചിൽ വരാതെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ ഒരു ക്രീം നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്രീമാണ്. ഒരുപാട് പൈസ കൊടുത്ത് വില കൂടിയ ക്രീമുകളൊന്നും ആരും മേടിച്ച് പൈസ കളയാൻ നിൽക്കണ്ട. നമുക്ക് ആ ഒരു കറ്റാർ വാഴജെല്ലും അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രീമൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അത് നൈറ്റിൽ നമ്മൾ ഇട്ട് കിടക്കുക, നേരം വെളുക്കുമ്പോൾ കഴുകി കളയുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു മസാജ് കൊടുക്കാനായിട്ട് ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്തിന് കിടക്കാൻ നേരത്തെ ഒരു മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും മുഖം കഴുകിയതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസ് നിർബന്ധമാണ് കേട്ടോ. ഇവിടെ ഞാൻ ലാക്മേയുടെ മോയ്സ്ചറൈസാണ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഒരു 4ാമത്തെ പെട്ടിയാണെന്ന് തോന്നുന്നു ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്ഥിരം
ഒരേ മോയ്സ്ചറൈസ് ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുകൾക്ക് പല സ്കിന്നിനും പല മോയ്സ്ചറൈസാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച മോയ്സ്ചറൈസ് മേടിച്ചിട്ട്, ചിലർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് വേറെ, സ്കിന്നുകാർക്ക് വേറെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ മോയ്സ്ചറൈസ് നിർബന്ധമാണ് കേട്ടോ നമ്മൾ തേക്കണത്. എന്നാലേ നമ്മുടെ മുഖത്ത് ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറി നല്ല രീതിക്ക് സ്കിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.